അതെ, ഞങ്ങളിവിടെ കമ്മിറ്റിയിലായിപ്പോയി എന്നുള്ളത് വലിയ സങ്കടമായി. രാവിലെ പയ്യാമ്പലത്ത് പുഷ്പാർച്ചനയും അതിനുശേഷം കല്യാശ്ശേരിയിൽ വളരെ വലിയ തോതിൽ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള അനുസ്മരണ പൊതുയോഗവും ഇന്ന് നടക്കുകയാണ്. സഖാവ് നായനാർ എല്ലാ കാലത്തും ഒരു വികാരമാണ്, ആവേശമാണ്. CPIM-ൻ്റെ വളരെ സമുന്നതനായ നേതാവായി പാർട്ടിക്ക് നേതൃത്വം നൽകി എന്നുള്ളത് മാത്രമല്ല, കേരള നിയമസഭയിൽ അദ്ദേഹം 3 തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. എല്ലാം കൂടി 10 വർഷത്തിലേറെ മുഖ്യമന്ത്രി പദത്തിലിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഓരോന്നും നായനാരുടെ കൂടെ കുറച്ച് സമയം നിൽക്കുമ്പോൾ അതെല്ലാം ഏറ്റവും വലിയ ജീവിത അനുഭവങ്ങളായിട്ട് മാറുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഏറെ ജനകീയനായ, എന്നാൽ വളരെ കരുത്തനായ, വളരെ ഉറച്ച അഭിപ്രായമുള്ള ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു സഖാവ് VK നായനാർ. എന്നെ സംബന്ധിച്ചിടത്തോളം 96-2001 കാലഘട്ടത്തിൽ നായനാർ മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ ഒരു MLA ആയി. ഞാൻ ആദ്യമായിട്ട് MLA ആവുകയാണ്, ആദ്യമായിട്ടൊരു ജനപ്രതിനിധി ആവുകയാണ്. ആ നിയമസഭയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ്. വളരെ രസകരമായ രീതിയിൽ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളെയും നിയമസഭക്കകത്ത് ഒതുക്കി തീർക്കാനുള്ള നായനാരുടെ ഒരു വൈഭവം അത് മറ്റാരിലും കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ പ്രതിപക്ഷം വലിയ ബഹളമൊക്കെ വെക്കുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ എന്താ ഇവർ ബഹളം വെക്കുന്നതെന്ന് ചോദിക്കും. നായനാർ എന്തെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ആ ബഹളം. പക്ഷേ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കും, എന്താ എല്ലാവരും കൂടി ബഹളം വെക്കുന്നതെന്ന്. അപ്പോൾ സഖാവ് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ CM ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ നന്നാവാനല്ലേ എന്ന മട്ടിലാണ് പറയുക. ഒരു തവണ വേണുഗോപാലിനോട്, KC വേണുഗോപാലിനോട് നടത്തിയ ഇടപെടൽ വളരെ രസകരമായിട്ട് എനിക്കിപ്പോഴും തോന്നും. എന്തൊക്കെയോ നായനാർ വേണുവിന് വഴക്ക് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട്, ഇങ്ങനെ എപ്പോഴും പറയുന്നത് ശരിയല്ല, ഞാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഇവിടെ വന്നിട്ടുള്ള ജനപ്രതിനിധിയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല ഒച്ച വെച്ചു. അപ്പോൾ നായനാർ അടുത്തുള്ള TKയോട് ചോദിച്ചു, എന്താ ഈ വേണുഗോപാൽ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അത് സഖാവ് അദ്ദേഹത്തെ എന്തൊക്കെയോ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നായനാർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്, വേണു, ഞങ്ങളൊക്കെ വയസ്സായില്ലേ, നിങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാരല്ലേ ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതുകൊണ്ട് നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ വേണു അതിൻ്റെ അകത്ത് തന്നെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ദേഷ്യം അലിഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇതാണ് നായനാരുടെ ഒരു ശൈലി. അതുപോലെ ചിലപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണത്തിന് ചോദിച്ച് ഞങ്ങൾ ചെല്ലുമായിരുന്നു, അപേക്ഷ എഴുതിയിട്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്. ഞാനൊരു തവണ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ചികിത്സാ സഹായത്തിന് പോയി. അപ്പോൾ ക്യാൻസറാണെങ്കിൽ രക്ഷപ്പെടില്ല, പിന്നെ നീ എന്തിനാ പൈസ വാങ്ങിക്കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അയ്യോ, നായനാരെന്താ ഇങ്ങനെ പറയുന്നത്? പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഭയങ്കര വികാരഭരിതനായിട്ടാണ് കാര്യങ്ങൾ കാണുക. അപ്പോൾ തന്നെ വാരരെ വിളിച്ചിട്ട് പറഞ്ഞു, വാരരെ, ഈ സഖാവിൻ്റെ അയൽവക്കത്തുള്ള ഒരാൾക്കാണ് ക്യാൻസർ, ചികിത്സിക്കാൻ പൈസ വേണം, അതുകൊണ്ട് ടീച്ചർ പറയുന്ന പൈസ എഴുതി കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നല്ലൊരു തുക എനിക്ക് തന്നു. എൻ്റെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീക്കായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നായനാരെക്കുറിച്ച് സ്മരിക്കുമ്പോൾ മനസ്സിൽ വരികയാണ്. ബാലസംഘം മുതൽ ചെറിയ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട്, ബാലസംഘത്തിൻ്റെ 1ാമത്തെ നേതാവായിരുന്നു നമുക്ക് പറയാൻ സാധിക്കും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആകെ കെട്ടിപ്പടുക്കുന്നതിന് വളരെ ശക്തമായ നേതൃത്വം നൽകിയ, ഭരണാധികാരി വർഗത്തോട് ഏറ്റുമുട്ടി പലപ്പോഴും ഒളിവിലൊക്കെ കഴിയേണ്ടി വന്ന, ത്യാഗപൂർണമായ ജീവിതം നയിച്ചിട്ടുള്ള സഖാവാണ് സഖാവ് VK നായനാർ. മിസ് ചെയ്യുന്നു എന്നല്ല, ഓരോരുത്തരും ഓരോ പ്രകൃതമാണ്. ചിലർ ഇപ്പോൾ VS ഉണ്ട്, പിണറായി ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവും അതുപോലെ തന്നെ ഭരണപാഠവുമാണ്. നായനാർക്ക് ഈ ഭരണപാഠവത്തിൻ്റെ കൂടെ നർമ്മരസം ഉണ്ടായിരുന്നു എല്ലാ പ്രവർത്തനവും. അദ്ദേഹത്തിൻ്റെ എഴുത്തിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് അപൂർവമായി കിട്ടുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ച് വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ കാണുന്നത് തെറ്റാണെന്നല്ല, പക്ഷേ നർമ്മം ഒരു വലിയ അനുഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, ചിരി മാത്രമല്ല, നായനാർ അങ്ങനെ ചിരിക്കുമെന്നുള്ള വളരെ ഗൗരവത്തിലാണ്. കണ്ട ആദ്യം വഴക്കാണ് പറയുന്നത്. ആദ്യം മുറി കയറിച്ചില്ലെന്ന് ഞങ്ങൾക്ക് വഴക്ക, നീ എവിടെ ഇങ്ങോട്ട് പോകുന്ന എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള അപാരമായിട്ടുള്ള ഒരു സ്നേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതൊരു നായനാർ ശൈലിയാണ്. ആ ശൈലി ആർക്കും അനുകരിക്കാനൊന്നും പറ്റില്ല. കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. പിണറായിയുടെ ക്വാളിറ്റിയാണ്, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്, VS കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂടെ അല്പം നർമ്മം കൂടി ചാലിച്ച, ഓർക്കുമ്പോൾ വളരെ
ഒരു രസകരമായിട്ടുള്ള ഒരു ആർദ്രമായിട്ടുള്ള ഒരു അനുഭവം നായനാരുടെ കാര്യത്തിൽ അത് എല്ലാവരും പറയും. എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണ്. കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു. കുടുംബശ്രീ അയൽക്കൂട്ടമൊക്കെ നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് നിലവിൽ വരുന്നത്. അന്ന് പാലോളിയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. പാലോളി നായനാരെല്ലാം ചേർന്നിട്ടാണ് ഈ കുടുംബശ്രീ അയൽക്കൂട്ടമൊക്കെ അന്ന് എത്ര മാറ്റം കേരളത്തിലുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് രസകരമായി തോന്നിയ 1-2 അനുഭവം പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് നായനാർ ദിനായതുകൊണ്ടാണ് അത് പറഞ്ഞത്. വേറെ എന്തെങ്കിലും ഒരവസരമായിരുന്നെങ്കിൽ ഞാൻ അവരെ കുറിച്ച് പറഞ്ഞേനെ. കാര്യം ഈ ഇപ്പോൾ CPM അതായത് 25 താഴെ 25 വളരെ കുറഞ്ഞ അംഗസംഖ്യയിലെത്തിയിരിക്കും. ഇപ്പോൾ ഒരു നായനാർ ശൈലി നമുക്ക് ഈ കൂടുതലേക്ക് നായനാർ ശൈലി വേണ്ടേ ഇനി മുതൽ അങ്ങോട്ട് മുന്നോട്ട് ധർമ്മമൊക്കെ ചാലിച്ചുകൊണ്ട്? CPMൻ്റെ സീറ്റ് കുറവും നായനാർ ശൈലിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പാർട്ടി സഹാക്കൾക്ക് രസകരമായിട്ട് അത് നല്ല വഴക്ക് കിട്ടി കരഞ്ഞിട്ടുള്ള സഹാക്കളുണ്ട് നായനാർ പറഞ്ഞിട്ട്. അങ്ങനെ വഴക്കൊക്കെ പറയാറുണ്ട് നായനാർ. പക്ഷേ ഇതൊരു പൊളിറ്റിക്സാണ്. ഈ പൊളിറ്റിക്സ് നിങ്ങൾ കാണേണ്ടത് ഇന്ത്യ രാജ്യത്തിൽ വലിയ അപകടം സംഭവിക്കാൻ പോവുക. നമ്മുടെ മതേതരത്വം അതില്ലാതെ ഇന്ത്യക്ക് നിലനിൽക്കാൻ പറ്റില്ല. കുറച്ച് കാലത്ത് വലിയ ആവേശവും സന്തോഷമൊക്കെ തോന്നും. പക്ഷേ ആത്യന്തികമായി ഇത്ര വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് നാനാജാതി മതസ്ഥർക്ക് ഒരേ അവകാശമാണെന്ന് സ്ഥാപിക്കാതെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വളരെ സുചിന്തിതമായിട്ടല്ലേ തീരുമാനിച്ചത്. എല്ലാ നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. ഓരോ നാട്ടുരാജ്യം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു. ഇവിടെ നമ്മുടെ ഈ രീതിയിലുള്ള സ്റ്റേറ്റ് നിലവിൽ വന്നത് 1956 മുതലല്ലേ ഭാഷാടിസ്ഥാനത്തിൽ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് വരുന്നത്. നമ്മളെന്തിനാ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആക്കിയത്? ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റേതെങ്കിലും ഒന്നിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇങ്ങനെ നമുക്കാക്കാം. എന്നിട്ട് 1600-ലേറെ ഭാഷകളുണ്ട്. പിന്നെ എത്രയോ ഉണ്ട്, അതിൽ വളരെ കൂടുതലുണ്ട്. 6400-ലേറെ ജാതികളുണ്ട് ഈ രാജ്യത്ത്. അതുപോലെ 6-ലേറെ മതങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ വൈവിധ്യം, അവരുടെ ഭക്ഷണ രീതി വ്യത്യസ്തമാണ്, പ്രാർത്ഥന വ്യത്യസ്തമാണ്, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളെ ഒറ്റയടിക്ക് നിങ്ങളെല്ലാം കൂടി ഒരേ രീതിയിലാവണം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ആ ഏകതാനതയല്ല, വൈവിധ്യത്തിലുള്ള ഏകത്വം. ആ ഏകത്വം ഇന്ത്യൻ പൗരത്വത്തിൽ അധിഷ്ഠിതമായതാണ്.